എത്ര കാലമാണ് ഞാനും നിങ്ങളും വസിക്കുന്നതെന്നറിയുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഈ സമുദായത്തിന്റെ ആവറേജ് ഏജിനെ കുറിച്ച് പറഞ്ഞത് ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഈ സമുദായത്തിന്റെ ആവറേജ് ഏജ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അപ്പോ 60 വയസ്സാണെന്ന് വെക്കുക. ഈ 60 വയസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ 60 വയസ്സ് അത് മണിക്കൂർ അടിസ്ഥാനത്തിൽ അതിന് ഞാൻ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 2 ലക്ഷം മണിക്കൂർ മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. 2 ലക്ഷം മണിക്കൂർ മാത്രമാണ് 60 വയസ്സുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമികയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ 2 ലക്ഷം മണിക്കൂറിന് ആവശ്യമായി നീ ദുനിയാവിൽ വസിക്കുകയാണ്. ഈ ദുനിയാവിൽ വസിക്കുന്ന 2 ലക്ഷം മണിക്കൂറിന് അനുസരിച്ച് ദുനിയാവിന്റെ പ്രവർത്തനത്തെ നീ ക്രമീകരിക്കണമെന്ന് മുഹമ്മദ് റസൂൽ. അപ്പോൾ നമ്മുടെ അധ്വാനം ദുനിയാവിന് വേണ്ടി ആകുമ്പോ എത്ര കാലമായിരിക്കും നമ്മുടെ അധ്വാനം ഉണ്ടാകേണ്ടത്? ഏറിയാൽ 2 ലക്ഷം മണിക്കൂർ അത് തന്നെ ഉണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ കൊല്ലം ഇതേ പള്ളിയിൽ ഇതേ സമയത്ത് വരെ വന്നിരുന്ന എത്രയോ ആളുകളാണ് ഇന്ന് കാലയവനിക്കുള്ളിൽ കൊല്ലൂർവിള മഹലിന്റെ അല്ലെങ്കിൽ തട്ടാമലയുടെ മഹലിന്റെ ആ ഖബർസ്ഥാനിന്റെ പ്രിയപ്പെട്ടവരെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു അവർക്കും നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മറ്റെല്ലാ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 60 വയസ്സുണ്ടോ പറയാൻ കഴിയില്ല. 30 വയസ്സുള്ളവർ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. 15 വയസ്സുള്ളവർ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. 25ഉം 50ഉം അതിന് താഴെയും മുകളിലുമൊക്കെ പ്രായമുള്ളവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന എന്റെയോ കേട്ടിരിക്കുന്ന നിങ്ങളുടെയോ കാലഗതി എത്രയെന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് മുഹമ്മദ് റസൂല് പറഞ്ഞു, ഈ ദുനിയാവിന് വേണ്ടി നീ അധ്വാനിക്കുമ്പോൾ ഈ ദുനിയാവിന് വേണ്ടി നീ അധ്വാനിക്കുമ്പോ ഈ ദുനിയാവിൽ എത്ര കാലമാണോ നിങ്ങൾ വസിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഭൗതികമായ ജീവിതത്തിന് വേണ്ടിയുള്ള അധ്വാനത്തെ ക്രമീകരിക്കണമെന്ന് തിരുതാഹ മുഹമ്മദ് റസൂൽ. ഇനിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പറയുന്നത്. മഹാനായ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹബീബ് വീണ്ടും പറയാണ്, ആഖിറതിക, ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കണം, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കണം. ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ടത് അതിൻ്റെതായ ദൈർഘ്യം ദുർവേശനനുസരിച്ചായിരിക്കണം നിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. എത്ര കാലമാണ് ഞാൻ ജീവിക്കുക? ഒരറ്റമുണ്ടോ സഹോദരങ്ങളെ? ആഖിറത്തിലെ ലോകത്തില് ബർസഖിയായ ജീവിതം കൊണ്ട് മരണത്തോടെ തുടങ്ങുന്നു പരലോകയാത്രയിലേക്കുള്ള അവന്റെ പ്രയാണം. ഈ ലോകം നൈമിഷികമാണ്, ടെമ്പററിയാണ്. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോകട്ടെ, 120 വയസ്സ് വരെ ജീവിച്ചു എന്ന് വെക്കുക, അല്ലെങ്കിൽ 1000 കൊല്ലം എന്ന് നാം കണക്ക് കൂട്ടുക. അങ്ങനെ 1000 കൊല്ലമാണ് എനിക്ക് ജീവിക്കാൻ കഴിയുന്നതെങ്കിൽ 1001ാമത്തെ കൊല്ലം ഞാൻ എവിടെയാണ്? ആ എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയാണ്, നീ പരലോക യാത്രയിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കമാണ്. അതെത്ര കാലമാണ് പറയാൻ കഴിയില്ല. അതിനനുസരിച്ചായിരിക്കണേ നിന്റെ അധ്വാനമെന്ന് മുഹമ്മദ് റസൂൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ദുനിയാവിന് വേണ്ടി നാം അധ്വാനിക്കുമ്പോ ആ ദുനിയാവിന് ആവശ്യമായത് മാത്രം. ഇപ്പോൾ നാം പള്ളിയിൽ വന്നത്, ഇശാ നിസ്കരിച്ചത്, തറാവീഹിൽ കൂടിയത്, ഈ ലൈലത്തുൽ ഖദറിന്റെ സാധ്യതയുള്ള പവിത്ര ധന്യമായ ഈ നിമിഷത്തെ പ്രതീക്ഷയോടെ ഈ പള്ളിയിൽ ഇഅ്തികാഫിൽ നിയ്യത്ത് വെച്ചിരിക്കുക. അല്ലാഹു ഈ പള്ളിയിൽ നിനക്ക് വേണ്ടി ഭജനമിരിക്കാൻ ഞാൻ കരുതുന്നു എന്ന് എല്ലാവരും മനസ്സിൽ കരുതുക. ഓരോ നിമിഷങ്ങളും എഴുതപ്പെടട്ടെ, ആഖിറത്തിലേക്ക് എഴുതപ്പെടട്ടെ. നമ്മുടെ 7 വലൻ കയ്യിൽ തരാൻ പക്വമാകുന്ന രീതിയിൽ മഹാനായ ആ മലക്ക് നമ്മൾ നിന്ന് എഴുതുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ പറഞ്ഞു, ആഖിറം എന്ന ഒരു വലിയ ലോകമുണ്ട്. അതൊരു ടെമ്പററി അല്ല, അത് ശാശ്വതമാണ്, അനന്തമാണ്. എത്ര കൊല്ലമെന്ന് പറയാൻ കഴിയില്ല. അനന്തമായ ആ ലോകത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ടത് അതിൻ്റെതായ ദൈർഘ്യം അനുസരിച്ചായിരിക്കണം. അപ്പൊ നാം ചിന്തിക്കുക,
60 വയസ്സുള്ള ഒരാൾ അധ്വാനിക്കുന്ന അധ്വാനം ഭൗതിക ലോകത്ത് നിന്ന് കാണുമ്പോൾ രാവിലെ മുതലേ അധ്വാനമാണ്. സുബഹി നിസ്കരിച്ചാൽ ഇറങ്ങി പുറപ്പെടുന്നത് ഭൗതികതയുടെ ആ ഉന്നതമായ മേച്ചിൽപ്പുറങ്ങളെ തേടിയിട്ട് ജീവിതത്തിൽ ഒരു പച്ചപ്പിന് വേണ്ടിയാണ്, കുടുംബങ്ങളെ പോറ്റാനാണ്, മക്കളെ പോറ്റാനാണ്, മറ്റുള്ള എല്ലാ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങുന്നത്. വൈകുന്നേരം കയറി വരുമ്പോൾ ക്ഷീണിച്ച് തളർന്ന് കടന്നു വരുന്നത് ആർക്ക് വേണ്ടിയാണ്? ആഖിറത്തിലെ അധ്വാനത്തിന് വേണ്ടിയല്ല, ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടിന് വേണ്ടിയല്ല, മറിച്ച് ടെമ്പററിയായ 60 വയസ്സ് കാലത്തെ എന്റെ ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ മുഹമ്മദുർ റസൂല് പറഞ്ഞു, അനന്തമായ ഒരു ലോകം വരാനുണ്ട്, ശാശ്വതമായ ഒരു ലോകം വരാനുണ്ട്, ദീർഘമായ ഒരു യാത്ര ചെയ്യാനുണ്ട്. മഹാനായ ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ 4-ാം ഭാഗത്ത് മരണത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞ രംഗത്ത് മഹാനവറുകൾ കൊണ്ടുവരികയാണ് ചില മഹാരഥന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ. അവിടുന്ന് കൊണ്ടുവരുന്ന രംഗങ്ങൾ, ഒരു മഹാൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോൾ ആ മഹാൻ കരയുകയാണ്. ആ മഹാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ വിദൂരമായ യാത്രയെ, എന്റെ വിദൂരമായ യാത്രയെ, വാ പുറത സഫറ, എന്റെ വിദൂരമായ യാത്രയെ, വാ കൊല്ലത സാദ, ആ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങളുടെ കുറവേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു മഹാൻ. ആ മഹാന്മാരുടെ രംഗങ്ങളാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. വിദൂരമായൊരു യാത്ര ഞാനും നിങ്ങളും പുറപ്പെടുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഉദാഹരണമായി ഇവിടെ നിന്നാളെ ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു എന്ന് വെക്കുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 2 ദിവസത്തെ യാത്രയാണ്. ഈ 2 ദിവസത്തെ യാത്രയ്ക്ക് ഞാൻ എത്രയോ മുന്നൊരുക്കങ്ങളാണ് നടത്താറുള്ളത്. അതിനുവേണ്ടിയുള്ള ലഗേജ് ഞാൻ തയ്യാറാക്കുന്നു, ആവശ്യമായ വസ്ത്രം ഞാൻ ഇസ്തിരിയിട്ട് മാറ്റുന്നു, ആവശ്യമായ ക്യാഷ് ഞാൻ കരുതുന്നു, ആ യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണം ട്രെയിനിലാണെങ്കിൽ അതിന് ആവശ്യമായ നിലക്ക് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ സജ്ജീകരിച്ചു കൊണ്ടുപോകുന്നു. 2 ദിവസത്തെ യാത്രയ്ക്കാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമോ 2 ദിവസത്തിന് മുമ്പാണ്. എന്നാലോ ആ കോഴിക്കോട്ടത്തെ 2 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെയല്ലല്ലോ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ 15 ദിവസത്തെ ഒരു യാത്ര അനിവാര്യമായി വരുമ്പോ 15 ദിവസത്തേക്കുള്ള യാത്രയിൽ ഞാൻ എന്റെ ഒരുക്കം എങ്ങനെയാണ്? 2-3 ആഴ്ച കൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം ഞാൻ നടത്തുകയാണ്, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഞാൻ അതിനുള്ള ശ്രമം നടത്തുകയാണ്. പാസ്പോർട്ട് റെഡിയാക്കുന്നു, അതിനാവശ്യമായ എല്ലാ രേഖകളും തയ്യാറാക്കുന്നു, ആവശ്യമായ മരുന്നുകൾ ഞാൻ കൈകൾ ഞാൻ സൂക്ഷിക്കുന്നു, ആവശ്യമായ ട്രീറ്റ്മെന്റ് ആ യാത്രയിൽ എനിക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഡോക്ടറെ കണ്ട് എന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായതെല്ലാം ഞാൻ ചെയ്യുന്നു. പോരാ, ട്രാവലിങ്ങിന് ആവശ്യമായ സാമ്പത്തികം ഞാൻ കണ്ടെത്തുന്നു, 15 ദിവസത്തേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എടുക്കുന്നു. ഇതെത്രയും 2 ദിവസത്തെ കോഴിക്കോട് യാത്രയ്ക്ക് പോലുള്ള ഒരു സജ്ജീകരണമല്ല. കേവലം 15 ദിവസത്തിനാണ് ഈ ഒരു മുന്നൊരുക്കം ഞാനും നിങ്ങളും നടത്തുന്നത്. എന്നാൽ ഈ 15 ദിവസത്തെ യാത്ര പോലെ അല്ലല്ലോ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി 41 ദിവസം അല്ലെങ്കിൽ 40 ദിവസം നാം പുറപ്പെടുന്ന യാത്രയിൽ 2-3 മാസം കൊണ്ടുള്ള ഒരുക്കമല്ല. ആ യാത്രയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങുമ്പോൾ തന്നെ 6 മാസത്തിന് മുമ്പേ നാം തയ്യാറാവും. ഇപ്പൊ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളും സജീവമാവും. എന്തിനാണ്? പരിശുദ്ധമായ ഹജ്ജിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ. അതിനാവശ്യമായ സാഹചര്യങ്ങൾ, പഠന ക്ലാസുകൾ, അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, അതിനു വേണ്ടുന്ന കുത്തിവെപ്പുകൾ എല്ലാ നിലയിലും ഒരുക്കാണ്. എന്തിന്? കേവലം 40 ദിവസത്തെ യാത്രയ്ക്ക്. എന്നാൽ അതുപോലത്തെ ഒരു യാത്രയാണോ എന്റെ മരണം? അല്ലല്ലോ, അനന്തമായ യാത്ര. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതം ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 63 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അതേപോലെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തായി. വഫാത്തായതിനു ശേഷം അവർ പരലോക യാത്രയിലുള്ള പ്രയാണമാണ്. അവരുടെ ജീവിതകാലത്ത് നിന്ന് അവർ നേടിയെടുത്ത നേട്ടങ്ങളാണ് അവർ വഫാത്തായി 1500 കൊല്ലത്തിനടുത്ത് ഈ സമയം വരെയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വേറൊരാളുണ്ട്, ഇസ്ലാമിനെതിരെ പുറംതിരിഞ്ഞു നിന്നു, ഇസ്ലാമിന്റെ കടയ്ക്കൽ കത്തിവെക്കാൻ, പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ നിലയിലും ശ്രമിച്ച ഒരാളുണ്ട്, അബൂജഹൽ. അയാളും
ആ യാത്രയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്റെ പേരിൽ? ആ യാത്രയ്ക്ക് ആവശ്യമായ സജ്ജീകരണമില്ലാത്തതിന്റെ പേരിൽ. ഇവിടുന്ന് ഞാൻ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ 5 ദിവസത്തെ ഏർവാടി യാത്രയ്ക്കോ പോകുമ്പോൾ കേവലം 1000 രൂപ കരുതിയെന്ന് വെക്കുക. ഞാനങ്ങനെ യാത്ര പോവുകയാണ്, 5 ദിവസം നീണ്ട യാത്ര. ആ യാത്രയിൽ വെച്ചുകൊണ്ട് എന്റെ 1000 രൂപ